നിറവിലേക്ക് സ്വാഗതം. ക്രിസ്തുവിനെ അല്ലാതെ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നവൻ താൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി അല്ലാതെ അധ്വാനിക്കുന്നവൻ താൻ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്നറിയുന്നില്ല. വിശുദ്ധ കൂത്മാന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിറവാരംഭിക്കാം. ജിക്കി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. തിരുവോസ്തിരൂപനാ എന്നീശുനാഥ എന്നിലേക്കെഴുന്നള്ളി വന്നിടണേ. തിരുവോസ്തിരൂപനാ എന്നീശുനാഥ എന്നിലേക്കെഴുന്നള്ളി വന്നിടണേ. നിൻ തിരുനടയിൽ തിരുസന്നിധാനത്തിൽ അനുതാപമോടെ ഞാൻ കാത്തിരിപ്പൂ. തിരുവോസ്തിരൂപനാ എന്നീശുനാഥ എന്നിലേക്കെഴുന്നള്ളി വന്നിടണേ. നിൻ തിരുഹൃദയം എനിക്കായി മുറിഞ്ഞു, നിൻ ചോരത്തുള്ളികൾ എനിക്കായി പൊഴിച്ചു. നിൻ തിരുഹൃദയം എനിക്കായി മുറിഞ്ഞു, നിൻ ചോരത്തുള്ളികൾ എനിക്കായി പൊഴിച്ചു. ഈശോയേ, നീ എൻ ഉള്ളിൽ വരാനായി യോഗ്യതയേതുമേ എനിക്കില്ല നാഥ. ഈശോയേ, നീ എൻ ഉള്ളിൽ വരാനായി യോഗ്യതയേതുമേ എനിക്കില്ല നാഥ. തിരുവോസ്തിരൂപനാം എന്നീശുനാഥ എന്നിലേക്കെഴുന്നള്ളി വന്നിടണേ. ക്രൂശിതാ നിൻ ആത്മസമർപ്പണം എന്നിലെ ജീവന് സമൃദ്ധിയേകി. ക്രൂശിതാ നിൻ ആത്മസമർപ്പണം എന്നിലെ ജീവന് സമൃദ്ധിയേകി. ജീവന്റെ ജീവനായി യേശു മഹേശ പാപികൾക്കെന്നും നീ തന്നെ ആശ്രയം. ജീവന്റെ ജീവനാം യേശു മഹേശ പാപികൾക്കെന്നും നീ തന്നെ ആശ്രയം. തിരുവോസ്തിരൂപനാം എന്നീശുനാഥ എന്നിലേക്കെഴുന്നള്ളി വന്നിടണേ. നിൻ തിരുനടയിൽ തിരുസന്നിധാനത്തിൽ അനുതാപമോടെ ഞാൻ കാത്തിരിപ്പൂ. തിരുവോസ്തിരൂപനാ എന്നീശുനാഥ എന്നിലേക്കെഴുന്നള്ളി വന്നിടണേ. നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഷിജി ടീച്ചർ നമ്മോട് സംസാരിക്കുന്നത്. കാണാം
തോട്ട്സ് ഫോർ ലൈഫ്. നമ്മുടെ ജീവിതം അത് മുഴുവനായും സുഖകരമോ മുഴുവനായും ദുഃഖകരമോ അല്ല ഒരിക്കലും. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലോകം അത് എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്, അല്ലെങ്കിൽ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. നമ്മുടെ ചുറ്റും നാം അന്ധകാരം മാത്രമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് എവിടെയോ തകരാറുണ്ട്. നമ്മുടെ ചുറ്റുപാടും നാം ഇരുട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ വെളിച്ചത്തെ കാണാനുള്ള കണ്ണുകൾ നാം മനഃപൂർവ്വം അടച്ചു പിടിച്ചിരിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ നമ്മൾ കാരണം തേടിയെത്തുന്നത് മറ്റുള്ളവരിലായിരിക്കും. പക്ഷെ മറ്റുള്ളവർ എന്ന് പറയുന്നത് വെറും കണ്ണാടികൾ മാത്രമാണ്. മുഖം നമ്മുടേതാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എപ്പോഴും ദുഃഖങ്ങളെ പഴിചാരി അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ പഴിചാരി, ദുരിതങ്ങളെ പഴിചാരി നമുക്കുള്ള നന്മകൾ പോലും കാണാതെ പോകുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു പക്ഷേ ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ പലരും അങ്ങനെ തന്നെ ചെയ്യാറുമുണ്ട്. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ദൈവം തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ. പക്ഷെ അതിനെ ഒന്നും കാണാതെ ചെറുതായി മാത്രം സംഭവിക്കുന്ന ചില ദുഃഖങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ടെന്താ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദുഃഖകരമായി ചിത്രീകരിക്കാനുള്ള ഒരു തത്രപ്പാടിലേക്ക് നാം അറിയാതെ വീണുപോയേക്കാം. തൻ്റെ രോഗിയായി വന്ന ഒരു അമ്മച്ചിയെക്കുറിച്ച്, ആ അമ്മച്ചിയുടെ ജീവിത വീക്ഷണത്തെക്കുറിച്ചുള്ള അനുഭവം പങ്കുവച്ചത് സുഹൃത്തായ ഒരു ഡോക്ടറായിരുന്നു. ഈ അമ്മച്ചിക്ക് ഏതാണ്ട് 85 വയസ്സോളം പ്രായം വരും. അമ്മച്ചിയുടെ ഭർത്താവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. 4 മക്കളുണ്ടായിരുന്നു. 4 പേരെയും നന്നായി പഠിപ്പിച്ച് ജോലിക്കാരാക്കി. 3 പേരും വിദേശത്തും ഒരാൾ സ്വദേശത്തുമായി ജോലിയിലാണ്. എല്ലാവരും തന്നെ ദൂരസ്ഥലങ്ങളിലാണ്. അമ്മച്ചി തനിയെ ഒരു സഹായിയോടൊപ്പമാണ് തറവാട്ട് വീട്ടിൽ താമസിക്കുന്നത്. എപ്പോഴും സുസ്മേരവദനയാണ്. അലക്കി തേച്ച വെളുപ്പിച്ച മുണ്ടും ചട്ടയും ഇട്ട് കുണുക്കൊക്കെ ഇട്ട് സുന്ദരമായ മുഖത്തോടെ പുഞ്ചിരിയോടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ചാരു കസേരയിൽ എപ്പോഴും അമ്മച്ചി ഉണ്ടാവും. കയ്യിൽ കറുത്ത കുരുവിൻ്റെ ഒരു കൊന്തയും ഉണ്ടാവും. എല്ലാവരോടും കുശലാന്വേഷണം, എല്ലാവരോടും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടുള്ള ഇടപെടൽ. ഒരിക്കൽ അമ്മച്ചിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നിയത് കാരണം അമ്മച്ചിയുടെ മകൻ്റെ സുഹൃത്ത് കൂടിയായ ഈ ഡോക്ടർ അമ്മച്ചിയുടെ സഹായിയോട് അമ്മച്ചിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് ഡോക്ടർ കണ്ടെത്തിയത്. ഈ രോഗത്തിൻ്റെ സൂചനകൾ ഒന്നുപോലും നൽകാതെ അമ്മച്ചിയെ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കായി താമസിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ താമസിക്കാനുള്ള മുറിയിലേക്ക് നേഴ്സിനെയും 2 ആശുപത്രി ജീവനക്കാരെയും കൂട്ടി പറഞ്ഞു വിടുകയാണ്. വടിയൊക്കെ കുത്തി തൻ്റെ സഹായിയുടെ കൈപിടിച്ച് ലിഫ്റ്റിലേക്ക് നടക്കുന്ന വഴിയിൽ നേഴ്സ് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിക്ക് കിട്ടിയിരിക്കുന്ന മുറിയുണ്ടല്ലോ, അവിടെ AC ഉണ്ട്, ഫാനുണ്ട്, നല്ല വെളിച്ചമുണ്ട്, വായിക്കാൻ പത്രമുണ്ട്, ജനാല തുറന്നിട്ടാൽ വൈകുന്നേരം നഗര കാഴ്ചകളൊക്കെ കാണാം. അമ്മച്ചി ചിരിച്ചതേ ഉള്ളൂ. വീണ്ടും നേഴ്സ് ആ മുറിയുടെ സൗകര്യങ്ങളെക്കുറിച്ച് വിശദമാക്കാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് കയറി അമ്മച്ചി പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് മുറി ഇഷ്ടമായി, എനിക്ക് സന്തോഷമാണ് അവിടെ താമസിക്കാൻ. അപ്പോൾ നേഴ്സ് കൗതുകത്തോടെ പറഞ്ഞു, എന്നെ മുഴുവനാക്കാൻ അനുവദിക്കൂ, ഇനിയും അവിടെ എന്തൊക്കെയുണ്ട് എന്ന് ഞാൻ പറയാം. അമ്മച്ചി ഇടയ്ക്ക് കയറി പറഞ്ഞു, വേണ്ട, ആ മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമില്ലെങ്കിലും എനിക്ക് ആ മുറി ഇഷ്ടമാണ്. കാരണം എൻ്റെ ഇഷ്ടവും അല്ല, എൻ്റെ സന്തോഷവും തീരുമാനിക്കുന്നത് ആ മുറിയിലെ വെളിച്ചമല്ല, എൻ്റെ മനസ്സിൻ്റെ വെളിച്ചമാണ്, എൻ്റെ മനോഭാവമാണ്, എൻ്റെ മനസ്സിലെ തോന്നലുകളാണ് അവിടെ എത്ര സന്തോഷകരമായി ജീവിക്കണം എന്നതിനെ തീരുമാനിക്കുന്നത്. വാസ്തവത്തിൽ ആ നേഴ്സിൻ്റെയും ആശുപത്രി ജീവനക്കാരുടെയും കണ്ണ് തള്ളിപ്പോയി. അവർ അമ്പരപ്പോടെ ആ വൃദ്ധയായ സ്ത്രീയുടെ കണ്ണിൽ നിന്നും കണ്ടത്, അല്ലെങ്കിൽ ആ തിളക്കത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുത്തത് ജീവിതാനുഭവങ്ങളുടെ വെളിച്ചമായിരുന്നു. അവരുടെ കടന്നുപോയ ജീവിതാനുഭവങ്ങളുടെ രഹസ്യമായിരുന്നു. എങ്ങനെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം എന്നുള്ളതിൻ്റെ മന്ത്രമായിരുന്നു ആ അമ്മയുടെ വാക്കുകളിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുത്തത്. വൃദ്ധയായ ആ അമ്മ അവരോട് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടതാണ്. മക്കളെ പഠിപ്പിച്ചു വലുതാക്കാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. പക്ഷേ പ്രയോജനമുണ്ടായി. മക്കളെല്ലാം ഇന്ന് നല്ല നിലയിലാണ്. ഇന്ന് എനിക്ക് 85 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു.
അവയവങ്ങളുടെയൊക്കെ ആരോഗ്യസ്ഥിതി കുറേശ്ശെയായി കുറഞ്ഞിരിക്കുന്നു. കണ്ണിന് കാഴ്ച അത്രയില്ല, മങ്ങലേറ്റിരിക്കുന്നു. ചെവിക്ക് അത്ര കേൾവിയും പറയാനാവില്ല, പക്ഷേ നല്ല ഉച്ചത്തിൽ പറഞ്ഞാൽ കേൾക്കാൻ സാധിക്കും. ദീർഘനേരം ഒന്നും നിൽക്കാനും നടക്കാനും സാധിക്കില്ല. കാൽമുട്ടുകൾ ശരീരം താങ്ങാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ വെളിച്ചമുണ്ട്, എൻ്റെ ജീവിതത്തിന് ചിട്ടയുണ്ട്. ഇത്രയും നാൾ ഇത്രയുമൊക്കെ ദൈവം തന്നല്ലോ, അതിനുള്ള അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതും ഓരോ ദിവസവും ഞാൻ ചെലവഴിക്കുന്നതും. അതുകൊണ്ട് ഇല്ലായ്മകളെക്കുറിച്ച് ഞാൻ ഒരിക്കലും ആകുലപ്പെടാറില്ല. എനിക്ക് പരാതിയില്ല. ഇത്രയുമൊക്കെ എനിക്ക് സാധിച്ചല്ലോ, ഇത്രയുമൊക്കെ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചല്ലോ, ഇത്രയുമൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിച്ചല്ലോ, എൻ്റെ ശരീരത്തിനും അവയവങ്ങൾക്കും ഇത്രയുമെങ്കിലുമൊക്കെ ബലം ഉണ്ടല്ലോ, അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ വൃദ്ധയായ മാതാവിൻ്റെ മുൻപിൽ വാസ്തവത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കാനാണ് അവർക്ക് തോന്നിയത് എന്ന് പിന്നീട് ഈ ജീവനക്കാർ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് സാക്ഷ്യം പറയുകയായിരുന്നത്രേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽപ്പെട്ട് പലപ്പോഴും നന്മകൾ കാണാതെ നാം കടന്നു പോകുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം ഏതാണ്, ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ഏതാണ് എന്ന് ചോദിച്ച ഒരു മഹാത്മാവ് ഇന്നത്തെ ദിവസം എന്ന് മറുപടി പറഞ്ഞതായി എവിടെയോ വായിച്ചതോർക്കുന്നു. അതായത് ഇന്നത്തെ ഈ ജീവിതത്തെ, ഇന്നത്തെ ഈ ദിവസത്തെ സന്തോഷത്തോടെ സമീപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പുഞ്ചിരിയോടെ ഇന്നത്തെ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കട്ടെ. കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് വാസ്തവത്തിൽ വേദനകളോടുള്ള നമ്മുടെ പ്രതികരണവും അതോടൊപ്പം വേദനിപ്പിച്ചവരോടുള്ള നമ്മുടെ പ്രതികാരവും. ജീവിതത്തിൽ ഉള്ള നന്മകളെ കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നാം തളർന്നു പോകും. അതെത്ര ധനവാനായാലും എത്ര കോടീശ്വരനായാലും ഉള്ള നന്മകളെ എണ്ണാൻ സാധിക്കണം. ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണാൻ സാധിക്കുക എന്നത് തന്നെയാണ് കണക്കിലെ ഏറ്റവും കഠിനമായ പാഠം എന്ന് പറയുന്നത്. നമ്മുടെ ലോകവീക്ഷണം എന്ന് സൂചിപ്പിച്ചുവല്ലോ. പലപ്പോഴും ജീവിതത്തെ ഒരു മത്സരമായി കാണാനാണ് ഇന്നത്തെ സമൂഹത്തിൽ പല ആളുകളും ശ്രമിക്കുന്നതെന്ന് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോഴാണ് ഈ തോന്നൽ ശക്തമാകുന്നതും. ആരാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുക, ആരാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്റ്റൈലിഷായി ഡ്രസ്സ് ധരിക്കുക, കൂടുതൽ സൗന്ദര്യം ആർക്കാണ്, അല്ലെങ്കിൽ നല്ല ജീവിത പങ്കാളി ആർക്കാണ്, നല്ല നല്ല മാളുകളിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നത് ആരാണ്, ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ വിസിറ്റ് ചെയ്യുന്നത് ആരാണ്, ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങളെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്നും താൻ ഒരു കേമനാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത പലരിലും ഉള്ളതുപോലെ തോന്നുന്നു. ഇത് കാണുന്ന നമ്മിൽ ചിലർ ചിന്തിക്കുക, നമ്മുടെ അവസ്ഥ വളരെ മോശമാണല്ലോ, നമ്മൾ അറിയാതെ തന്നെ താരതമ്യം ചെയ്യുകയാണ്. ഈ കാണുന്ന ഫോട്ടോകളിൽ ഒക്കെ എനിക്ക് എന്തുകൊണ്ട് സ്ഥാനം പിടിക്കാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഫോട്ടോകൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു മോശക്കാരനാണോ, എൻ്റെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമാണോ എന്ന ഒരു ചിന്തയിലേക്ക് കടന്നു വന്നിട്ട് നാം കൂടുതൽ നിരാശയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ നേട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ സമൂഹവും ശ്രമിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അങ്ങനെ അറിയാതെ തന്നെ ചെറുപ്പം മുതലേ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നതിൽ സമൂഹം വിജയിച്ചിട്ടുമുണ്ട് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ജീവിതത്തെ ഒരു മത്സരമായി കാണാതിരിക്കുകയല്ലേ നല്ലത്. ജീവിതം ഒരിക്കലും ഒരു മത്സരമല്ല. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുക എന്ന വാക്ക് തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കാണെങ്കിൽ പോലും ഈ മത്സരത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തലിൻ്റെ കാര്യം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്നാമതായി, മറ്റുള്ളവരോടുള്ള ഇത്തരം മത്സര ബുദ്ധിയോടെ ഉള്ള ചില കാര്യങ്ങൾ നാം ഉപേക്ഷിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തിന് ലൈക്കുകളുടെ എണ്ണത്തിൽ നാം മത്സരിക്കാൻ പോകണം, എന്തിന് ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ നാം മത്സരിക്കാൻ പോകണം, എന്തിന് മറ്റുള്ളവരിടുന്ന ഫോട്ടോയേക്കാൾ മികച്ച ഫോട്ടോ ഇടുന്നതിൽ നാം മത്സരിക്കാൻ പോകണം. അത്തരം മത്സരങ്ങൾ ഉപേക്ഷിക്കുക തന്നെയാണ് നല്ലത്. അത്തരം കാര്യങ്ങളിൽ ഉപേക്ഷ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കേണ്ട, പോസിറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം കൈകാര്യം ചെയ്താൽ മതി. സോഷ്യൽ മീഡിയയിൽ ഒരു 100 കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു അത്ഭുതമൊന്നുമല്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും ലോകം മുഴുവനും നമ്മെ അവഗണിക്കുമ്പോഴും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ, നമ്മുടെ കൈ ചേർത്ത് പിടിച്ച് പോട്ടെ സാരമില്ല എന്ന് പറയാൻ പറ്റുന്ന
ആത്മാർത്ഥതയുള്ള ഒരു നല്ല സുഹൃത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്തെ ഒരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി, 100 കണക്കിന് ഫ്രണ്ട്സ് ഫേസ്ബുക്കിൽ ഉണ്ടാവാം, പക്ഷേ നമ്മുടെ ഫേസിൽ നോക്കി ആ ഫേസ് ഒരു ബുക്ക് പോലെ റീഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ടെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടതെന്ന്. എത്ര അർത്ഥപൂർണിമയുള്ള വാക്കുകളാണിവ, എത്രയേറെ അർത്ഥമുള്ള, വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ ഒത്തിരിയേറെ വ്യാഖ്യാനം പറയാൻ തോന്നുന്ന വാക്കുകളാണിത്. ദീർഘവീക്ഷണത്തോടെയുള്ള വാക്കുകൾ. തീർച്ചയായും ഇതിനെക്കുറിച്ചും നാം ധ്യാനിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കേണ്ട ഒരു നടത്തമാണ് നമ്മുടെ ജീവിതയാത്ര എന്നുള്ളത്. അതൊരു മത്സരയോട്ടമല്ല. ചുറ്റുപാടുകളെയൊക്കെ അവഗണിച്ച്, ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാതെ ഏറ്റവും മുൻപിലെത്തണം എന്ന മട്ടിൽ മത്സരിച്ചോടാനുള്ള ഒരു ഇനമല്ല നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം, ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിതം ആസ്വദിച്ച് നമുക്ക് തന്ന സാഹചര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് തന്ന നന്മകളെയൊക്കെ കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ ഉത്സാഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ നമ്മെക്കൊണ്ടാവും വിധം മികവുറ്റ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടുള്ള നല്ല യാത്രയാവട്ടെ നമ്മുടെ ജീവിതം. ഒരിക്കലും അതിനെ ഒരു മത്സരയോട്ടമായി തരം താഴ്ത്തരുത്. ബീന ആലപിക്കുന്ന സൂര്യകാന്തി എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിറവിൽ അടുത്തത്. ആസ്വദിക്കാം.
വിശുദ്ധ കൂത്മാന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനെ അല്ലാതെ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നവൻ താൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി അല്ലാതെ അധ്വാനിക്കുന്നവൻ താൻ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്നറിയുന്നില്ല. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. നോക്കി